ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമുക്ക് വീടിൻ്റെ അകത്ത് വർക്ക് ഏരിയയിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും റെഡിമെയ്ഡായിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ സിങ്ക് കാര്യങ്ങളെല്ലാം വാർത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതായത് അത്രയും പെർഫെക്ഷനായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ, അതായത് മിക്ക സിങ്കുകളും നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഉപകരിക്കുന്ന രീതിയിൽ വലിപ്പമോ അതുപോലെ തന്നെ ആഴങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അതായത് താഴ്ചയോ കാര്യങ്ങൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ വാർത്ത് കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. ആദ്യമേ തന്നെ കിച്ചൻ്റെ സ്ലാബ് വാർക്കുന്ന സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്ലാബ് വാർത്ത് തന്നെ ചെയ്തിരിക്കുന്ന സിങ്കാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ കോർണറിൽ വേസ്റ്റ് പോകാനുള്ള രീതി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏകദേശം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിങ്കിൻ്റെ, അതായത് ഇതിലൊരു സ്ലാബിൻ്റെ ലെങ്ത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീതി വരുന്നത് 60 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 60 സെൻറ്റിമീറ്റർ ഉള്ളളവ് നിൽക്കാവുന്ന രീതിയിലുള്ള സ്ലാബുകളാണ് കോമൺലി ചെയ്യുന്നത്. അതിൻ്റെ രണ്ട് സൈഡിൽ 4-4 കനം കൊടുത്തതിന് ശേഷം ബാക്കി ഉള്ളളവുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് ലൈൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരെ ഫ്ലോറിലൂടെ പൈപ്പ് ഇട്ടതിന് ശേഷം നേരെ പുറത്തേക്ക് കൊണ്ടുവന്ന് കണ്ടോ, അതായത് ഫ്ലോറിലൂടെ തന്നെയാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത്. അതായത് നേരെ സിങ്കിൽ നിന്നും ഡയറക്റ്റായിട്ട് 2 ഇഞ്ച് പൈപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ബ്ലോക്ക് ഒന്നും വരാത്ത രീതിയിൽ. പിന്നെ നമ്മൾ ഇതിലേക്ക് സിങ്കിലേക്ക് കൊടുത്തിരിക്കുന്ന 3 പൈപ്പുകളാണ്, 3 ടാപ്പ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് CPVC പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ഒരു കംപ്ലയിൻറ്റും വരാത്ത രീതിയിൽ തന്നെയാണ് CPVC പൈപ്പ് 3 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അത് 3ഉം വെച്ചിരിക്കുന്നത് കറക്റ്റ് സിങ്കിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഒരെണ്ണം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ 2 സൈഡുകളിലായിട്ട് ഏകദേശം 6.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ ടാപ്പും കൂടി കൊടുത്തിരിക്കുന്നത്. ഈ 3 ടാപ്പ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡയറക്റ്റ് കിണറിൽ നിന്നും വരുന്ന മോട്ടർ അടിക്കുമ്പോൾ കിട്ടുന്ന ഡയറക്റ്റ് വെള്ളം, രണ്ടാമത്തെ ടാങ്കിൽ നിന്നുള്ള വെള്ളം, അതായത് നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം, മൂന്നാമത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളം. ഇങ്ങനെ നമുക്ക് ഈ 3 ഓപ്ഷൻ കൂടി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ക്രമം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം തന്നെ CPVC ഇട്ടിരിക്കുന്നത്. പുറത്ത് നമുക്ക് ഏതാണോ വേണ്ടത്, ആദ്യം വേണ്ടത് ഏതാണോ അവസാനം വേണ്ടത്, അതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ പൈപ്പും നമ്മൾ CPVC ഇട്ടിരിക്കുന്നത്. ഏത് പൈപ്പ് വേണം എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കും. പിന്നെ CPVCയുടെ ഹോട്ട് പൈപ്പ് തന്നെയാണ് എല്ലാം തന്നെ കൊടുത്തതുകൊണ്ട് ഏത് പൈപ്പിലും നമ്മൾ എന്തെങ്കിലും പ്രശ്നമോ കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഉരുകി പോവോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ടാപ്പിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ലാബ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഹൈറ്റിൽ നമുക്ക് ഗ്രാനൈറ്റിൻ്റെ ഫിനിഷിങ് വരും, അതായത് 2 ഇഞ്ച് ഹൈറ്റ് വരും. പിന്നെ അതിൽ നിന്നും നമുക്കൊരു 5 ഇഞ്ച് ഹൈറ്റ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ടാപ്പിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് 7 ഇഞ്ച് ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ വർക്കും കാര്യങ്ങളും വരുമ്പോൾ പോവും. അതിനുശേഷം മുകളിലേക്ക് നമുക്ക് 5 ഇഞ്ച് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ടാപ്പ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആഴത്തിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ഒരിക്കലും ബ്ലോക്ക് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന പൈപ്പ് 2 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡയറക്റ്റായിട്ട് ഒറ്റ ബെൻഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരുപാട് ബെൻഡും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നേരെ തുളച്ച് നേരെ താഴേക്ക് ഇട്ടതിന് ശേഷം നേരെ ഫ്ലോറിലൂടെ കൊണ്ടുപോയിരിക്കുന്നു. പിന്നെ നമ്മൾ പുറത്ത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഡയറക്റ്റ് കുഴിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഈ സിങ്കിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നല്ല വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പാത്രം കാര്യങ്ങളൊക്കെ കഴുകുന്ന സമയത്താണെങ്കിൽ വെള്ളം പുറത്തേക്ക് തെറിക്കാതിരിക്കുന്നതിനും ആഴം കൂടുതലായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും നമ്മുടെ വീട്ടിൽ വളരെ ഉപകാരപ്രദമായ രീതിയിലുള്ള സിങ്കാണിത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.